പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ യുവതിയെ പാമ്പ് കടിച്ചു. പുതുനഗരം കരിപ്പോട് സ്വദേശിനി ഗായത്രിയെയാണ് പാമ്പ് കടിച്ചത്. ഗായത്രിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ത്രീകളുടെ വാർഡിൽ നിന്നാണ് പാമ്പ് കടിയേറ്റത്. വിവരങ്ങൾ ഇക്ബാൽ അറയ്ക്കൽ നൽകും. ഇക്ബാൽ, യുവതിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്താണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം? രോഷിനി, ഇതുവരെ ആശുപത്രി അധികൃതർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പാലക്കാട് പുതുനഗരം കരിപ്പോട് സ്വദേശിനിയായ ഗായത്രിയെയാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ സ്ത്രീകളുടെ വാർഡിൽ വെച്ച് പാമ്പ് കടിച്ചത്. തൻ്റെ മകളുമായി ചികിത്സയ്ക്ക് വേണ്ടി എത്തിയതായിരുന്നു ഗായത്രി ചിറ്റൂർ ആശുപത്രിയിലേക്ക്. ഇന്നലെയാണ് മകളുമായി ആശുപത്രിയിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ ഈ വാർഡിലുണ്ടായിരുന്ന ഒരു ചൂലെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ വെച്ച് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാമ്പ് ഗായത്രിയെ കടിച്ചു എന്നാണ് ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. ഇന്ന് രാവിലെയോടുകൂടി ഗായത്രി ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഗായത്രി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഈ ICUയിലാണ് ഉള്ളത്. ഗായത്രിയുടെ ബന്ധു ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നിരീക്ഷണത്തിലാണ്? അതെ, നിരീക്ഷണത്തിലാണ്. 24 hours ഒബ്സർവേഷനിൽ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. ഈ പാമ്പ് കടിച്ചതിന് പിന്നാലെ ചിറ്റൂരിലുള്ള ഡോക്ടർമാരോടോ അല്ലെങ്കിൽ അവിടുത്തെ അധികൃതരോടോ ഒന്നും ചോദിച്ചില്ല ഇതെങ്ങനെ പാമ്പ് കടിച്ചതെന്നുള്ളത്? പാമ്പ് കടിച്ചു അവരെന്താ പറഞ്ഞ, ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് വരിക, അഡ്മിറ്റ് ആക്കുമ്പോൾ അനിയനും അച്ഛനും അമ്മയൊക്കെയാണ്. അമ്മ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അച്ഛനുള്ള എന്തെങ്കിലും പറഞ്ഞു അവരെ ആശുപത്രിയിൽ നിന്ന് പാമ്പ് കടിച്ചതിന് ശേഷം അവരെന്തെങ്കിലും പിന്നെ പറഞ്ഞു? ഞാൻ സംസാരിക്കുന്നവിടെ ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ അവിടെ ഇല്ല. ഞാൻ കൊച്ചിനെ എടുത്ത് ഞാൻ വെളിയിൽ പോയി. അവർ ജില്ലാ ആശുപത്രിക്ക് മാറ്റുകയാണ്. അതായത് എത്ര അനുഭവങ്ങളും ഉണ്ടായാലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പഠിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരു ആശുപത്രിയിൽ വെച്ചാണ് ചികിത്സയ്ക്ക് വേണ്ടി എത്തിയ ഒരു രോഗിയുടെ അമ്മയ്ക്ക് ഇത്തരത്തിൽ പാമ്പ് കടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗായത്രിയുടെ വയസ്സ് എത്രയാണ്? 26 വയസ്സുള്ളൊരു യുവതിക്കാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗായത്രിയുടെ വീട് നിൽക്കുന്ന ഈ കരിപ്പോട് പ്രദേശത്തെ കൗൺസിലർ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുകയാണ്. പല ഭാഗങ്ങളും നമ്മളിത് കേട്ട് കേൾവിയുള്ളൂ. ഇപ്പോൾ ഒരു ആശുപത്രിയുടെ അകത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു പാമ്പ് കടി ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത്രയും വൃത്തികേട് അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ ചിറ്റൂർ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ചിറ്റൂർ ആശുപത്രിയിൽ പലതരത്തിലുള്ള എലികളും പെരിച്ചാഴികളും ഒക്കെ കാണുന്നത് നിത്യസംഭവമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പാമ്പുകളൊക്കെ വന്ന് രോഗികളെ കടിക്കണോ അല്ലെങ്കിൽ രോഗി കൂട്ടു നിൽക്കുന്നവരെ കടിക്കണോ എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ആശുപത്രി അധികൃതരുടെ ഒരു അനാസ്ഥയാണ്. നമുക്ക് ചിറ്റൂർ ആശുപത്രി വികസനത്തിലേക്ക് കുതിക്കുന്നു, പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ വൃത്തിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു നടപടി അവിടെ ഇല്ല എന്നുള്ളതാണ്. 100% വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് അവിടുത്തെ ആശുപത്രി ഉള്ളത്. അവിടുത്തെ ഒരു മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽപ്പെട്ടുള്ള ഈ ആശുപത്രിയിൽ ഇത് വളരെ മോശമായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഈ ചിറ്റൂർ താലൂക്ക് ആശുപത്രി ഉണ്ടാകുന്നത്. അവിടെയുള്ള സ്റ്റാഫുകളും മറ്റും അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള സംവിധാനങ്ങൾ ഒന്നും ചെയ്യാതെ അവർ കൈയോടെ നിങ്ങൾ പാലക്കാട്ടിലേക്ക് പൊയ്ക്കോളൂ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇവിടെ ആരെയും പേടിക്കേണ്ട, ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള മനോഭാവവും ധാർഷ്ട്യമാണ് ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ളത് എന്നാണ്. ഗായത്രിയുടെ കുട്ടിക്ക് കൃത്യമായുള്ള ചികിത്സ ചിറ്റൂർ ആശുപത്രിയിൽ നിന്ന് കിട്ടിയിരുന്നു? കിട്ടി. കുട്ടിക്ക് കുഴപ്പമില്ല. അവർ ട്രീറ്റ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് എടുത്തു. കുട്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഡിസ്ചാർജ് ആക്കി വിടുമ്പോൾ അവർ ഡിസ്ചാർജ് സമ്മറിൻ്റെ കൂടെ എല്ലാ റിപ്പോർട്ടും വെച്ച് കൊടുക്കേണ്ടതാണ്. പക്ഷേ ബ്ലഡ് റിപ്പോർട്ട് അവർ കൊടുത്തിട്ടില്ല. ഞാൻ കുട്ടികളുടെ ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാൻ കുട്ടിയെ കൊണ്ടുപോയത്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് റിപ്പോർട്ട് കൊണ്ടുവരുമോ. പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കാം. ഇന്നലെ കുട്ടീനെ പനിയായിട്ടാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. ഡോക്ടറെ കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ ഇന്നലെ ആയിരുന്നു അഡ്മിറ്റ് ആക്കിയത്, കുട്ടിയെ അഡ്മിറ്റ് ആക്കിയത്. ഡെങ്കു ഫീവറാണെന്നാണ് പറഞ്ഞത്. ബ്ലഡ് റിപ്പോർട്ടിൽ ഡെങ്കു ഫീവറാണ്, കുട്ടിയെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. കുട്ടികളുടെ വാർഡിലേക്ക് മാറ്റി. ഇന്നലെ കുഴപ്പമില്ല, ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെ എടുത്തു. ഇന്ന് കാലത്ത് യൂറിൻ ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് കുട്ടിയെ യൂറിൻ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ ഇരുത്തി യൂറിൻ എടുത്തതാണ്. അപ്പോൾ യൂറിൻ താഴെ പോയപ്പോൾ ഇത് അടിച്ചുവിടാനായിട്ട് കുട്ടിൻ്റെ അമ്മ ചൂലെടുക്കാൻ പോയത്. അപ്പോൾ വാർഡിൻ്റെ തൊട്ടന്നെ ചൂലുണ്ടായിരുന്നു. അത് എടുത്തപ്പോൾ ചൂലിൻ്റെ അടിയിലാണ് ഈ പാമ്പിൻ്റെ കെട്ടുവരി എന്നാണ് പറയാം നമ്മളുടെ അവിടെ. ആ പാമ്പ് ഇത് വിഷമുള്ള പാമ്പ് തന്നെയാണ്. അപ്പോൾ അത് കടിച്ച പാടെ ജില്ലാ ആശുപത്രിയിൽ അവർ അവിടെ ചികിത്സയൊക്കെ കൊടുത്തു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ അതേ സമയത്ത് തന്നെ നമ്മൾ തിരിച്ചെത്താം.